അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാടാകെ തിരച്ചിൽ, അരിച്ചുപെറുക്കി പരിശോധന, എല്ലാവരും പരാജയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരനും 3 ദിവസം ഗുഹയിൽ തന്നെ കഴിച്ചുകൂടി. 4-ാം ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൃത്യനായ ആമിർ ഇബ്നു ഫുഹൈറത്ത് റളിയല്ലാഹു അൻഹു ഗുഹയിലെത്തി. രാത്രികാലങ്ങളിൽ അദ്ദേഹം വരികയും പാലും ഭക്ഷണവും നൽകുകയും ചെയ്തിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് യാത്ര തുടങ്ങണമെന്നാണ് കരുതുന്നത്. ഒട്ടകക്കാരനെ കൊണ്ടുവരണം, ആരും കാണരുത്, വളരെ സൂക്ഷിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് റളിയല്ലാഹു അൻഹു ആണ് ഒട്ടകക്കാരൻ. ആമിർ ഇബ്നു ഫുഹൈറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമീപിച്ചു. ഇന്ന് യാത്രയാണ്, ഒട്ടകങ്ങളെ കൊണ്ടുവരണം. അവർ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഒട്ടകപ്പുറത്ത് കയറി സാധാരണ വഴിമാറിയാണ് യാത്ര ചെയ്തത്. അസ്വാനി കടൽ തീരം വഴി ഖുദയദ് എന്ന സ്ഥലത്തെത്തി. ആഹാരവും വെള്ളവും തീർന്നു. വിശപ്പും ദാഹവുമുണ്ട്. എവിടെ നിന്ന് കിട്ടും? അല്പം പാല് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബം അവിടെ താമസിക്കുന്നു. വീടും പരിസരവും കണ്ടാലറിയാം അവരുടെ അവസ്ഥ. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്നവരാണവർ. ഒരു പാവപ്പെട്ട സ്ത്രീ വീടിന് മുമ്പിൽ നിൽക്കുന്നു. പേര് ഉമ്മു മഅ്ബദ്. യാത്രക്കാർ ആ സ്ത്രീയോട് ചോദിച്ചു, വിശപ്പും ദാഹവുമുണ്ട്, ഞങ്ങൾ യാത്രക്കാരാണ്, പാലോ മാംസമോ വല്ലതുമുണ്ടെങ്കിൽ തരണം. അവർ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, ഇവിടെ ഒന്നും തരാനില്ലല്ലോ. ഒരു പഴയ തമ്പിലാണ് താമസം. തമ്പിനടുത്തൊരാടിനെ കെട്ടിയിരിക്കുന്നു, മെലിഞ്ഞൊട്ടിയ ഒരാട്. ആ ആടിനെ കറക്കാൻ സമ്മതിക്കുമോ? സ്ത്രീയുടെ ചുണ്ടിൽ ചിരി വിടർന്നു. അതിനെ കറന്നിട്ട് എന്ത് കിട്ടാനാണ്? അവർ പറഞ്ഞു, ഒരു പാത്രം തരൂ, കറന്നു നോക്കട്ടെ. അതൊരു വയസ്സായ ആടാണ്, പാലില്ല. നിർബന്ധിച്ചപ്പോൾ ആ സ്ത്രീ ഒരു വലിയ പാത്രം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി ചൊല്ലി പാല് കറന്നു. ധാരാളം പാൽ. സ്ത്രീക്ക് അതിശയം അടക്കാനായില്ല. അത് സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളാണ്. പാത്രം നിറയെ പാൽ. എല്ലാവരും വയറ് നിറയെ കുടിച്ചു. വിശപ്പും ദാഹവും പോയി. എന്നിട്ടും പാൽ ബാക്കിയാണ്. പാൽപാത്രം ഉമ്മു മഅ്ബദിൻ്റെ കയ്യിൽ കൊടുത്തു. അവരുടെ ഭർത്താവ് അബൂ മഅ്ബദ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് നേരിൽ കണ്ടു. ഇസ്ലാം ദീനിനെ അവർ അടുത്തറിഞ്ഞു. ദിവസങ്ങളോളം അവരുടെ ചിന്ത അത് തന്നെയായിരുന്നു. പിന്നീട് ആ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചു. വീണ്ടും യാത്ര തുടർന്നു. പിന്നിൽ നിന്ന് കുതിരയുടെ കുളമ്പടി ശബ്ദം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. സുറാഖത്ത് ഇബ്നു മാലിക് അതാ വരുന്നു. ശത്രുവാണ് അയാൾ. ഖുറൈശികൾ പ്രഖ്യാപിച്ച് 100 ഒട്ടകത്തിന് സമ്മാനം നേടാൻ വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് വല്ലതും സംഭവിച്ചാൽ ജീവനില്ലാത്ത ശരീരത്തിനും ഇനാമുണ്ട്. അള്ളാഹുവേ, ഇവൻ്റെ ആപത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. സുറാഖത്തിൻ്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ താഴ്ന്നു പോയി. അവന് മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. മുഹമ്മദിനെ വിളിച്ച് കരയുകയല്ലാതെ മറ്റു ലക്ഷ്യമില്ലെന്ന് സുറാഖത്തിന് മനസ്സ് മന്ത്രിച്ചു. ഉടനെ സുറാഖത്ത് വിളിച്ചു പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല. എൻ്റെ പിന്നാലെ വരുന്നവരെ കൂടി ഞാൻ പിന്തിരിപ്പിച്ചുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സലിഞ്ഞു. അവിടെ നിന്ന് ദുആ ചെയ്തു. സുറാഖത്ത് രക്ഷപ്പെട്ടു. ഹുനൈൻ യുദ്ധം വരെ സുറാഖത്ത് അവിശ്വാസിയായി തന്നെ കഴിഞ്ഞുകൂടി. ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുമ്പോട്ട് നീങ്ങി.